Hello everyone. In this video, we will see what are the basic neural network architectures that is available on the basis of interconnections. Interconnections or weights. We already saw what it was in the last class when we introduced ANN. So based on these interconnections or weights, the ANN can be classified. There are mainly 5 basic architecture classifications. And these 5 are again named based on the type of signal flow that goes from the input to the output. So we are familiar with already 2 terms, that is feedback and feed forward. So obviously when I say the flow of signals, the classification is going to be based on these 2 terms. So based on that, we have feed forward networks, which are single layer as well as multi-layer. I will move on to what a layer is in the subsequent slides. So we have feed forward single layer network as well as multi-layer network. Similarly, we have with feedbacks, again the single layer and the multi-layer network. And in this feedback, we have actually 2 types, that is the lateral feedback and the recurrent feedback. And that is why in this slide, as you can see, even in the feedback networks, you are going to have the recurrent type, and in that you have the single layer and the multi-layer. So let's see them one by one. So we'll start with a single layer feed forward network. I'll go to the diagram. Okay. So this is a single layer feed forward network. As you can see, we have, we have an input layer and an output layer. The first thing that you have to note is that single layer എന്ന് പറയുമ്പോൾ തന്നെ it is a combination of input plus output. Okay, ഒരു ലെയർ എന്നുള്ളൊരു മീനിങ് അല്ല, അവിടെ ആ സിംഗിൾ ലെയർ എന്ന് പറയുമ്പോൾ തന്നെ ഇൻപുട്ടും ഔട്ട്പുട്ടും ഉണ്ട് എന്നാണ് മീനിങ്. ഓക്കെ, ആൻഡ് യു ക്യാൻ സീ ദ ടേം ഫീഡ് ഫോർവേഡ്. സോ ഫ്രം ദ ഇൻപുട്ട് ടു ദ ഔട്ട്പുട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഔട്ട്പുട്ട് ലെയറിൻ്റെ അവിടെയാണ് ഈ ഏറോ മാർക്സ് ഒക്കെ, കണ്ടോ? അപ്പോൾ ഈ ഏറോ മാർക്സ് എല്ലാം, അതായത് ഫ്ലോ ഓഫ് സിഗ്നൽസ് അല്ലെങ്കിൽ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്കാണ്. സോ ദാറ്റ് ഇസ് വൈ this particular architecture is being named as single layer feed forward network. പിന്നെ ഈ ആർക്കിടെക്ചറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എഗെയിൻ ശ്രദ്ധിക്കേണ്ടത്, ഇൻപുട്ട് ലെയറിൽ നമുക്ക് n നമ്പർ ഓഫ് ന്യൂറോൺസ് ഉണ്ട്, അതുകൊണ്ടാണ് x1 x2 അപ് ടു xn. ഔട്ട്പുട്ട് ലെയറിൽ നമുക്ക് m നമ്പർ ഓഫ് ന്യൂറോൺസ് ഉണ്ട്, അതുകൊണ്ടാണ് y1 y2 അപ് ടു ym. ഓക്കെ, സോ ഈ ഒരു ആർക്കിടെക്ചർ നമുക്ക് ന്യൂറൽ നെറ്റ്വർക്സിൽ ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ലെയേഴ്സും നമ്മൾ പറയും. So this is generally referred to as the NM layer. Okay, അപ്പോൾ ഒരു NM layer എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, NM layer എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് അതൊരു സിംഗിൾ ലെയർ ആണ്. കാരണം എന്നും എമ്മും ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ട് ലെയറിൻ്റെയും നമ്പർ ഓഫ് ന്യൂറോൺസ് ആണ് കാണിച്ചിരിക്കുന്നത്. സോ ഇറ്റ് ഇസ് എ സിംഗിൾ ലെയർ NM. X1 എന്ന്, ആസ് യു ക്യാൻ സീ, X1 എന്ന് പറയുന്ന ആ ഇൻപുട്ട് ലെയർ തന്നെ എവിടേക്കൊക്കെ വെയിറ്റ്സ് അല്ലെങ്കിൽ ഇൻ്റർകണക്ഷൻസ് പോയിട്ടുണ്ട്, ഔട്ട്പുട്ട് ലെയറിലെ എല്ലാ m ന്യൂറോൺസിലേക്കും പോയിട്ടുണ്ട്. ഓക്കെ, സോ x1 നിന്ന് y1ലേക്ക് പോകുമ്പോഴാണ് വി കോൾ ദ വെയിറ്റ് ആസ് W11. x1 നിന്ന് y2ലേക്ക് പോകുമ്പോൾ വി കോൾ ദ വെയിറ്റ് ആസ് W12. x1 നിന്ന് ymലേക്ക് പോകുമ്പോൾ യു കോൾ ഇറ്റ് ആസ് W1m. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഏതിലേക്ക് പോയാലും ഇറ്റ് ഈസ് ബീങ് ടേംഡ് ആസ് ഇവിടുത്തെ ന്യൂറോണിൻ്റെ നമ്പർ, ഈ ലെയറിലെ ഈ ന്യൂറോണിൻ്റെ നമ്പർ, ഈ ലെയറിലെ ആ ന്യൂറോണിൻ്റെ നമ്പർ. സോ ഇഫ് ഐ ഹാവ് എ x5 neuron here and I am going to connect it to y7, the interconnection is going to be W57. ഓക്കെ, അപ്പോൾ സിമ്പിൾ നെയിമിംഗ് സിസ്റ്റം ആണ്. അപ്പോൾ ഒരു ഇൻപുട്ട് ലെയറിലെ ഫസ്റ്റ്, അതായത് നമ്മുടെ ഫസ്റ്റ് ലെയറിൽ നിന്ന് ഉള്ള എല്ലാ ന്യൂറോൺസ്, എല്ലാ ഇതിലത്തെ നെക്സ്റ്റ് ലെയറിലേക്കുള്ള എല്ലാ ന്യൂറോൺസിലേക്കും യു വിൽ ബി ഹാവിങ് ഇൻ്റർകണക്ഷൻസ്. ഓക്കെ, അപ്പോൾ ഈ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സിംഗിൾ ലെയർ എന്ന് പറയുമ്പോൾ ഒരു ഇൻപുട്ട് ലെയർ ആൻഡ് വൺ ഔട്ട്പുട്ട് ലെയർ ആണ്. ഇൻപുട്ട് ലെയർ ആണ് റിസീവ് ചെയ്യുന്നത് ഇൻപുട്ട്, ആൻഡ് ബഫർ ചെയ്തത് ഔട്ട്പുട്ടിലേക്ക് പോകുന്നു. ഔട്ട്പുട്ട് ജനറേറ്റ്സ് ദ ഔട്ട്പുട്ട് ഓഫ് ദ നെറ്റ്വർക്ക്. സോ ഫീഡ് ഫോർവേഡ് ആയതുകൊണ്ട് നോട്ട് ചെയ്യാം, ആസ് യു നോ യു ഡോണ്ട് ഹാവ് എനി ന്യൂറോൺ വിച്ച് ഇസ് giving or it is an input to a node in the same layer അല്ലെങ്കിൽ preceding ലെയറിലേക്ക് പോകുന്നില്ല. നമുക്ക് ഇങ്ങനെയുള്ളൊരു ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ, ഇവിടെ നിന്ന് ഇങ്ങനെ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല. ഓക്കെ,
പിന്നെ എല്ലാ ന്യൂറോണും അടുത്ത ലെയറിലുള്ള എല്ലാ ന്യൂറോൺസിലോട്ടും വെയ്റ്റ്സ് വഴി കണക്റ്റഡ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് N ന്യൂറോൺസും M ന്യൂറോൺസും ഉണ്ടെങ്കിൽ യു ആർ ഗോയിങ് ടു റെപ്രസെൻറ്റ് ഇറ്റ് ആസ് NM ലെയർ. സോ ദിസ് ഇസ് എ സിംഗിൾ ലെയർ ഫീഡ് ഫോർവേഡ് നെറ്റ്വർക്ക്. നമുക്കിനി തന്നെ ഒരു മൾട്ടി ലെയറിൻ്റെ കോൺസെപ്റ്റ് നോക്കാം. അപ്പോൾ മൾട്ടി ലെയർ എന്ന് പറയുമ്പോൾ അഗെയിൻ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. നമുക്ക് സിംഗിൾ ലെയറിൽ എന്തായിരുന്നു, ഇൻപുട്ട് പ്ലസ് ഔട്ട്പുട്ട് ആയിരുന്നു. സോ obviously you are going to have another some layer between your input and output. So അങ്ങനെ ഒരു additional layer, when you have it between your input and output, you are going to term the network as a multi layer. ഓക്കെ, അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു അഡീഷണൽ ലെയറേ ഉള്ളൂ. ഒരു ലെയർ എന്ന് ഇത് പറയുള്ളൂ, 3 ലെയർ സ്ട്രക്ചർ എന്ന് പറയില്ല. അഡീഷണൽ ആയിട്ടുള്ള ഒരു ലെയറും നമ്മുടെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അപ്പോൾ ടോട്ടൽ 2 ലെയേഴ്സ്, അതിൽ ഒരു അഡീഷണൽ ലെയർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ അഡീഷണൽ ലെയർ വിച്ച് എവർ ഇസ് കമ്മിങ് ബിറ്റ്വീൻ യുവർ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്, യു കോൾ ഇറ്റ് ആസ് ദ ഹിഡൻ ലെയർ. ഓക്കെ, ഹിഡൻ ലെയർ എന്നാണ് നമ്മളതിനെ വിളിക്കുക. അതിന് ഹിഡൻ ലെയർ എന്ന് പറയാൻ കാരണം ഇത് നമുക്ക് എക്സ്റ്റേണലി കാണാൻ പറ്റുന്നൊരു ഇതല്ല. നമുക്ക് എക്സ്റ്റേണലി കാണുമ്പോൾ നമുക്ക് ഈ ഇൻപുട്ടും ഒരു ബ്ലാക്ക് ബോക്സ് പോലെ കൺസിഡർ ചെയ്യുക, ഇൻപുട്ടും ഔട്ട്പുട്ടേ ഉള്ളൂ. സോ ദിസ് ഇസ് ഓൾ ഹാപ്പനിങ് ഇൻസൈഡ് ദ നെറ്റ്വർക്ക്. So that is why it is being termed as a hidden layer. So basically ഇതും ഒരു ബഫറിംഗ് പ്രോസസ്സ് തന്നെയാണ്. സോ ഒരു ലെയറിന് ഒരു എന്താ പറയുക, ഒരു ആർക്കിടെക്ചറിന് യു ക്യാൻ ഹാവ് n നമ്പർ ഓഫ് ഹിഡൻ ലെയേഴ്സ്. എത്ര ഹിഡൻ ലെയേഴ്സ് വേണമെങ്കിലും ആവാം. പക്ഷേ എന്താണ്, മിനിമം ഒരെണ്ണെങ്കിലും ഉണ്ടാവും. മിനിമം ഒരെണ്ണം ഉണ്ടെങ്കിലേ നമുക്ക് അതിനെ മൾട്ടി ലെയർ എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, സോ വൺ ലെയർ ആവാം, 2 ലെയർ ആവാം, 2 ഹിഡൻ ലെയേഴ്സ് ആവാം, 3 ഹിഡൻ ലെയേഴ്സ് ആവാം. അങ്ങനെ എത്ര നമ്പർ ഓഫ് ഹിഡൻ ലെയേഴ്സ് വേണമെങ്കിലും ആവാം. ഓക്കെ, സോ ഇതിലിപ്പോൾ നമ്പറിംഗ് സിസ്റ്റം ഇല്ല, നമുക്ക് നമ്പറിംഗ് വെച്ചിട്ടുള്ളൊരു ഇത് നോക്കാം. ആസ് യു ക്യാൻ സീ ഇൻ ദിസ് നെറ്റ്വർക്ക്, അഗെയിൻ ഇൻ ദ ഇൻപുട്ട് ദർ ആർ n നമ്പർ ഓഫ് ന്യൂറോൺസ്. 2 ഹിഡൻ ലെയേഴ്സ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഹിഡൻ ലെയേഴ്സിന് എന്താണ്, എത്ര നമ്പർ ഓഫ് ന്യൂറോൺസ് ഉണ്ട്? ഫസ്റ്റ് ഹിഡൻ ലെയറിലും m നമ്പർ ഓഫ് ന്യൂറോൺസ് ഉണ്ട്, സെക്കൻഡ് ഹിഡൻ ലെയറിലും m നമ്പർ ഓഫ് ന്യൂറോൺസ് ഉണ്ട്. ഔട്ട്പുട്ട് ലെയറിൽ എത്ര ന്യൂറോൺ ഉണ്ട്? ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ലെയറിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? N M M1. ഓക്കെ, അപ്പോൾ ഈ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയും കൂടെ ഓർത്തോളൂ. ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ന്യൂറോൺസ് ഇൻ ഈച്ച് ഓഫ് ദ ലെയർ യു ക്യാൻ ഹാവ് എ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഈ മൾട്ടി ലെയറിൻ്റെ പ്രത്യേകത എന്താ? ഈ മൾട്ടി ലെയറിന് അപ്പാർട്ട് ഫ്രം ദ സിംഗിൾ ലെയർ ഓഫ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് യു ആർ ഹാവിങ് 2 ഹിഡൻ ലെയേഴ്സ്. ഓക്കെ, അപ്പോൾ ഹിഡൻ ലെയേഴ്സിൻ്റെ കൗണ്ടിനനുസരിച്ച് നമുക്ക് ഈ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ടിൻ്റെ ഇടയിൽ വരുന്ന എന്ത് ലെയറും ഹിഡൻ ലെയറാണ്. ഓക്കെ, നമുക്കിനി അതിൻ്റെ എന്താ പറയുക, റൈറ്റിംഗ് നോക്കാം. അപ്പോൾ ഫീഡ് ഫോർവേഡ് എന്താണെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. അപ്പോൾ മൾട്ടി ലെയർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ യു ആർ ഗോയിങ് ടു ഹാവ് സെവറൽ ലെയേഴ്സ്. ഇൻപുട്ടും ഔട്ട്പുട്ടും എന്താണെന്ന് ഓൾറെഡി പറഞ്ഞു. സോ ഹിഡൻ ലെയർ എന്ന് പറയുന്നത് എനി ലെയർ ദാറ്റ് ഇസ് ഫോംഡ് ബിറ്റ്വീൻ യുവർ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ലെയേഴ്സ്. സോ ആസ് ഐ സെഡ്, ദിസ് ഇസ് ഇന്റേണൽ ടു യുവർ നെറ്റ്വർക്ക്. എക്സ്റ്റേണൽ എൻവയോൺമെൻ്റ് ആയിട്ട് ഒരു ഡയറക്റ്റ് കോൺടാക്റ്റ് ഇല്ല. പിന്നെ ബാക്കി കണക്ഷൻ്റെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ അഗെയിൻ NPM ലെയർ എന്ന് ഉദ്ദേശിക്കുന്നത് n number of neurons in the input layer, p number of neurons in the hidden layer, m number of neurons in the output layer. Okay, p ഉം m ഉം ഹിഡൻ ആണെന്ന് വിചാരിക്കരുത്. n ഉം m ഉം സ്റ്റാൻഡേർഡ് ആയിട്ട് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആണ് റെപ്രസെൻറ്റ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ വരുമ്പോഴാണ് അതൊരു മൾട്ടി ലെയർ നെറ്റ്വർക്ക് ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഹിഡൻ ലെയേഴ്സിൻ്റെ എണ്ണം കൂടുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? അപ്പോൾ നമ്മളിപ്പോൾ കാണിച്ച എക്സാമ്പിളിലൊക്കെ 1 ഉം 2 ഒക്കെ ആയിരുന്നു. There may be case of a network where you may be having 5 hidden layers, you may be having 90 hidden layers, you may be having 1000 hidden layers. So what do you think will be happening when the hidden layers increase or decrease? Okay, അപ്പോൾ അതിൻ്റെതായ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഷുവർലി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഹിഡൻ ലെയേഴ്സ് 1 to n വരെ ഉണ്ടാവാം. സോ ഹയർ, റിമെമ്പർ ദിസ്, ഹയർ ദ നമ്പർ ഓഫ് ഹിഡൻ ലെയേഴ്സ്, വാട്ട് ഹാപ്പൻസ്? The complicity of your network increases. അല്ലേ, അത്രയും നമ്പർ ഓഫ് ഇൻ്റർ കണക്ഷൻസ് വരികയാണ്. കാരണം ഓരോ ലെയറിനും അടുത്ത ലെയറിലേക്കുള്ള എല്ലാ ന്യൂറോൺസിലേക്കും കണക്ഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? അതിൻ്റെ കൺട്രോളിങ് ഡിഫിക്കൽട്ടി ആവും. ഓൾസോ അത് കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കില്ല. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ എന്താണ്, ഡിസഡ്വാൻറ്റേജസ് ആണ് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ നമുക്ക് കുറച്ച് അഡ്വാൻറ്റേജസും ഉണ്ട്. എന്താണ് അഡ്വാൻറ്റേജസ്? അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഹിഡൻ ലെയേഴ്സ് കൂടുന്നതിനനുസരിച്ച് എഫിഷ്യൻസി കൂടുകയാണ്. ഓക്കെ, നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി മോർ എഫിഷ്യൻറ്റ് വെൻ യു ഹാവ് ദീസ് മെനി ലെയേഴ്സ് ഓഫ് ബഫറിംഗ്. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് എ മൾട്ടി ലെയർ ഫീഡ് ഫോർവേഡ് നെറ്റ്വർക്ക്. നെക്സ്റ്റ് നമ്മൾ ഫീഡ്ബാക്ക് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വരികയാണ്. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്കിനെ ഒരു ഫീഡ്ബാക്ക് എന്ന് മാത്രം പറഞ്ഞ് നിർത്താൻ കാരണം വി ആർ ടേക്കിംഗ് എ സിമ്പിൾ എക്സാമ്പിൾ വെയർ യു ഹാവ് എ
സിംഗിൾ ഇൻപുട്ട് ആൻഡ് അതായത് ഇവിടെ ഒരു ന്യൂറോൺ, ഇവിടെ ഒരു ന്യൂറോൺ. ഞാൻ 1 എന്നുള്ളൊരു എക്സാമ്പിളാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇതൊരു ഫീഡ്ബാക്ക് എന്താണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. സോ ഔട്ട്പുട്ടിലെ ഒരു ന്യൂറോണിന് തിരിച്ച് സിഗ്നൽ കണ്ടില്ല, തിരിച്ച് ഇൻപുട്ടിലേക്ക് വരുമ്പോഴാണ് നമ്മൾ അതിനൊരു ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് എന്ന് വിളിക്കുക. സോ ഈ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്സ് നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. One is known as the lateral feedback and the second one is known as the recurrent feedback. അപ്പോൾ നമ്മുടെ ഒരു ഔട്ട്പുട്ട് ലെയറിന് സെയിം ലെയറിലെ ബാക്കി ന്യൂറോൺസിലേക്കാണ് നമ്മുടെ ഫീഡ്ബാക്ക് പോകുന്നതെങ്കിൽ യു കോൾ ഇറ്റ് ആസ് എ ലാറ്ററൽ ഫീഡ്ബാക്ക്. ഓക്കെ, ഇനി റെക്കറൻറ്റ് ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ആ സെയിം ലെയറിലെ ന്യൂറോൺസിലേക്ക് മാത്രമല്ല പ്രിസീഡിങ് ലെയറിലേക്കും കൂടെ പോകാം. ഓക്കെ, അപ്പോൾ ഈ പ്രിസീഡിങ് ലെയറിലേക്കും കൂടെ പോകുന്നൊരു നെറ്റ്വർക്ക് ആകുമ്പോഴാണ് യു കോൾ ഇറ്റ് ആസ് എ റെക്കറൻറ്റ് നെറ്റ്വർക്ക്. ഓക്കെ, അതെപ്പോഴും ഓർക്കുക. റെക്കറൻറ്റ് നെറ്റ്വർക്ക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ന്യൂറോൺസ് പോകുന്നത് സെയിം ലെയറിലേക്ക് മാത്രമല്ല, ഇറ്റ് ക്യാൻ ഗോ ടു ദ പ്രിസീഡിങ് ലെയർ ആസ് വെൽ. ഓക്കെ, പക്ഷെ ലാറ്ററൽ എന്ന് പറയുമ്പോൾ സെയിം ലെയറിലേക്ക് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഈ വരച്ച ഫിഗർ ആക്ച്വലി ഇതില്ല എങ്കിൽ ദിസ് ഇസ് ആക്ച്വലി എ സിംഗിൾ ലെയർ ലാറ്ററൽ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ആസ് വെൽ. പക്ഷേ ഇങ്ങോട്ടേക്ക് കാണിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കാണിച്ചില്ലെങ്കിലും, കാരണം റെക്കറൻറ്റ് രണ്ടിലോട്ടും പോവാം. സോ ദിസ് ഇസ് എ സിംഗിൾ ലെയർ റെക്കറൻറ്റ് നെറ്റ്വർക്ക് ആസ് വെൽ. Okay, so all your recurrent networks are going to be lateral networks, but all lateral networks cannot be recurrent networks. അത് ഓർത്തോളൂ. അപ്പോൾ നമുക്കിങ്ങനെ ലാറ്ററൽ എന്ന് പറഞ്ഞ് ചോദിക്കാറില്ല. നമ്മളോട് 5 ആർക്കിടെക്ചർ ടൈപ്സ് ചോദിക്കുമ്പോൾ ഫീഡ് ഫോർവേഡിൻ്റെ സിംഗിൾ ലെയറും മൾട്ടി ലെയറും, പിന്നെ സിംഗിൾ നോഡ് വരുമ്പോൾ, അതായത് 1 ഇൻപുട്ടും 1 ഔട്ട്പുട്ടും വരുമ്പോൾ ഒരു ഫീഡ്ബാക്ക് കണക്ഷൻ എന്താണെന്ന് മാത്രം പറയുക. അപ്പോൾ ആ സിംഗിൾ നോഡ് വിത്ത് ഇറ്റ്സ് ഓൺ ഫീഡ്ബാക്ക് ആണ് നമ്മുടെ 3rd ആർക്കിടെക്ചർ ടൈപ്പ്. 4ത്തിലാണ് നമ്മൾ ഈ സിംഗിൾ ലെയർ ഫീഡ്ബാക്കിലേക്ക് വരുമ്പോൾ വി ആർ ഡീലിംഗ് ഓൺലി വിത്ത് റെക്കറൻറ്റ് നെറ്റ്വർക്ക്സ്. അപ്പോൾ ബാക്കിയെല്ലാം കോമൺ ആണ്. വാട്ട് എവർ വി മെൻഷൻ ഫോർ എ സിംഗിൾ ലെയർ ഫീഡ് ഫോർവേഡ് നെറ്റ്വർക്ക്, അതൊക്കെ ഇതിനും സെയിം തന്നെയാണ്. അതായത് എന്താണ് സിംഗിൾ ലെയർ, എന്താണ് ഇൻപുട്ട് ലെയർ, എന്താണ് ഔട്ട്പുട്ട് ലെയർ. ബട്ട് ഓൺലി ഡിഫറൻസസ് ഔട്ട്പുട്ടിൽ നിന്ന് നമുക്ക് സെയിം ലെയർ ന്യൂറോൺസിലേക്കോ പ്രിസീഡിംഗ് ലെയർ ന്യൂറോൺസിലേക്കോ യു മേ ബി ഹാവിങ് ഫീഡ്ബാക്ക് കണക്ഷൻസ്. ഓക്കെ, സോ ഇതിൻ്റെ തന്നെ മൾട്ടി ലെയർ വരുമ്പോൾ എന്തായിരിക്കും, നമുക്ക് ഇൻപുട്ട് ലെയർ ഉണ്ട്, ഔട്ട്പുട്ട് ലെയർ ഉണ്ട്, ആൻഡ് യു ആർ ഓൾസോ ഗോയിങ് ടു ഹാവ് എ ഹിഡൻ ലെയർ. സോ ഈ ഹിഡൻ ലെയറിൻ്റെ റിപ്രസെൻറ്റേഷൻ എങ്ങനെയാണ്, വൈ വെച്ചിട്ടാണ് ഹിഡൻ ലെയർ കാണിച്ചിരിക്കുന്നത്. ഇൻപുട്ടിന് എക്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഔട്ട്പുട്ടിന് സെഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്ന റെപ്രസെൻറ്റേഷൻ. അപ്പോൾ നമ്പർ ഓഫ് ന്യൂറോൺസ് n ആണ്, സെക്കൻഡ് ലെയറിൽ കെ ആണ്, അതായത് ഹിഡൻ ലെയറിൽ കെ നമ്പർ ഓഫ് ന്യൂറോൺസ് ആണ്, ഔട്ട്പുട്ടിൽ m നമ്പർ ഓഫ് ന്യൂറോൺസ് ആണ്. സോ ദിസ് ഇസ് എ NKM ലെയർ. ഓൾസോ ഇൻ്റർ കണക്ഷൻസ് കാണിച്ചിരിക്കുന്നത് നോക്കൂ. ഇവിടെ W11 ഡബ്ല്യുവിൻ്റെ ടേംസിലാണ്, ഇവിടെ V11 V12. ഇത് ഒരു എന്താ പറയുക, കോംപ്ലിസിറ്റി ഒഴിവാക്കാൻ വേണ്ടി, വൃത്തിയെ കാണാൻ വേണ്ടി ഒരെണ്ണം കാണിച്ചു എന്നേ ഉള്ളൂ. ഇവിടെ തന്നെ W12ഉം W1K ഉണ്ടാവും. സിമിലർലി W21ഉം W22 മാത്രമല്ല W2K ഉണ്ടാവും. എന്നെന്ന് ഇങ്ങോട്ടേക്ക് മാത്രമല്ല ഇങ്ങോട്ടേക്കും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഏതൊരു ലെയറിനും അടുത്ത ന്യൂറോൺ ലെയേഴ്സിലെ എല്ലാ ന്യൂറോൺസിലോട്ടേക്കും ഇൻ്റർ കണക്ഷൻസ് ഉണ്ടാവും. സോ ദിസ് ഇസ് എ മൾട്ടി ലെയർ. റെക്കറൻറ്റ് എന്തുകൊണ്ടാണ് വന്നത്, ഇവിടുന്ന് ഈ ലെയറിന്ന് കണ്ടോ പ്രീവിയസ് ലെയറിലേക്ക്. ഇത് മൾട്ടി ലെയർ റെക്കറൻറ്റ് നെറ്റ്വർക്ക് തന്നെയാണ്. ഇതൊരിക്കലും ഒരു ലാറ്ററൽ നെറ്റ്വർക്ക് അല്ല. ലാറ്ററൽ ആകുമ്പോൾ സെയിം ലെയർ ന്യൂറോൺസിലേക്ക് മാത്രമേ പോകുള്ളൂ. പക്ഷേ ഇത് ഒരു റെക്കറൻറ്റ് തന്നെയാണ്, കാരണം പ്രിസീഡിങ് ലെയറിലോട്ട് മുന്നത്തെ ലെയറിലേക്കാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ കാണിച്ചാലും തെറ്റൊന്നുമില്ല, അതൊരു റെക്കറൻറ്റ് നെറ്റ്വർക്ക് തന്നെയാണ്. അപ്പോൾ ആ വ്യത്യാസം റെക്കറൻറ്റിൻ്റെയും ലാറ്ററലിൻ്റെയും ഓർത്തോളൂ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ 5 ആർക്കിടെക്ചേഴ്സ് വരുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ബേസിക് 5 ആർക്കിടെക്ചേഴ്സ് ആണ് പഠിച്ചത്. ഓക്കെ, താങ്ക് യു.